ആരൊക്കെ രോമാഞ്ചം പിടിച്ച് വികാര വിജൃംഭിതമായാലും സമുദായത്തിന് തലമുടിനാരിയുടെ അവകാശം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ CHന്റെ മക്കൾ, വാഫക്കി തങ്ങളുടെ മക്കൾ, പൂക്കോയ തങ്ങളുടെ മക്കൾ, ഖായിദമില്ലത്തിന്റെ മക്കൾ ജാഗ്രതയോടെ ഇവിടെ ഉണ്ടാകും. അതിന് നിങ്ങൾ വർഗീയമെന്ന് വിളിച്ചാൽ, നിങ്ങൾ KM ഷാജിയെയും ലീഗിനെയും മാത്രം വർഗീയമെന്ന് പറഞ്ഞാൽ മതിയാവില്ല. മന്നത്ത് പത്മനാഭനെ വിളിക്കേണ്ടി വരും, മഹാനായ ഗുരുദേവനെ വിളിക്കേണ്ടി വരും, നിങ്ങൾ അയ്യങ്കാളിയെ വിളിക്കേണ്ടി വരും. ഞാനിന്ന് പറയുമ്പോൾ ചോദിച്ചു, പാർലമെന്റിൽ കഴിഞ്ഞ 2024 ജൂലൈയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യമുണ്ട്. ഹൽവ സെഷൻ പാർലമെന്റിൽ ഉണ്ടാകും, പ്രീ ബജറ്റ് വേളയിലാണത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാണ് ഈ രാജ്യത്തിന്റെ 90%? എവിടെ? അവരെവിടെയാണ്? അവരെ കാണില്ലല്ലോ. 90% വരുന്ന SC ST മുസ്ലിങ്ങൾ, പിന്നോക്ക വർഗങ്ങൾ അവരെവിടെയാണ്? ഇവിടെ 2% പോലുമില്ല. 2 പേരുണ്ടായിരുന്നു ഇവിടെ, ഫോട്ടോയിൽ അവരില്ല. രാഹുൽ ഗാന്ധി വർഗീയവാദിയാ? രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവൻ വർഗീയവാദിയാ ആണോ? EM ശങ്കരന്റെ മുതിരിപ്പാടിന്റെ ഭാഷയിലാവാം. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് മറ്റൊരു വിഭാഗത്തെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഇത് നൗഷാദ് ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരിക്കുമ്പോ അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സമരം നയിക്കുമ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിലേക്ക് പോകുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പലയിടത്തും യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഭീകരമായ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങ് മാഹിയുടെ അടുത്ത് കാസിംക പള്ളിയിലേക്ക് രാവിലെ പോവുകയാണ്. കാസിംകയെ പള്ളിക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി കാലിന്റെ ചിരട്ട അടിച്ചു പൊട്ടിച്ചു ഈ സമുദായത്തിൽപ്പെട്ട ചില വർഗീയ ഭീകരവാദികൾ. അത്രമേൽ അതിക്രമങ്ങൾ. അൻവറാജി ആക്രമിച്ചു. ഞങ്ങളുടെ വടകര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആ ജാഫറിനെ ആക്രമിച്ചു, കൊല്ലാതെ തലമുടിനാരുടെ രക്ഷപ്പെട്ടു. അതിക്രമങ്ങൾ ഈ മഞ്ചേരിയിൽ എത്ര ഏതെല്ലാം തരത്തിൽ ആ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് ഞാൻ ഹൈദരലി തങ്ങളോട് പെർമിഷൻ എടുത്തു. ഞാൻ മത്സരിക്കുന്നത് കണ്ണൂരാണ്. എനിക്ക് അവിടെ പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരൊറ്റ തീവ്രവാദികളുടെയും വോട്ടില്ലാതെ ഞങ്ങൾ മത്സരിക്കുമെന്ന്. മത്സരിച്ചു. ഞാൻ ചോദിക്കട്ടെ, CPMകാരോട് ഞങ്ങള് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഈ സമുദായത്തിനകത്തു നിന്ന് വന്ന തീവ്രവാദികൾക്കെതിരെയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അകം ശുദ്ധീകരിക്കാതെ പുറത്ത് സംസാരിക്കുന്നതിൽ ആ ഭംഗിയുണ്ട്, അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരായിരുന്നു. ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയാണ് PDP വന്നത്, ഞങ്ങൾക്കെതിരെയാണ് INL വന്നത്. ഞങ്ങൾക്കെതിരായി അന്ന് മുതൽ ഇന്ന് വരെ ഐഡിയോളജിക്കലായി മുസ്ലിം ലീഗിന്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജി ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങൾക്കെതിരെയാണ് SDPI വന്നത്. ഞങ്ങൾക്കെതിരെ വരാത്ത ഏത് സംഘടന, ആരൊക്കെ, എന്തിന് ഞങ്ങൾ ഈ രാജ്യത്ത് പറയുന്നത് മതേതരത്വമാണ്, മതസൗഹാർദ്ദം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ ഏതെങ്കിലും ഒരു നേതാവ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നേതാവ് പറയില്ല. സാധാരണ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തകൻ അവന്റെ ശാഖാ മീറ്റിങ്ങിനകത്ത് വർഗീയമായി സംസാരിച്ചതിന്റെ ഒരു ചെറിയ റെക്കോർഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, RSS എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഇവിടെ? എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തി. എന്നിട്ട് RSSന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ശാഖയിലെ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഭാരവാഹി പറഞ്ഞ ഒരു വർഗീയ പ്രസംഗം പുറത്തു കൊണ്ടുവരാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്തേ സാധിക്കാത്തത്? ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി അതല്ല, മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനുള്ളതല്ല, അവർക്ക് വേണ്ടി സൗഹൃദത്തോടെ നന്മയോടെ കൂടെ നിൽക്കാനുള്ളതാണ്. ഒരു മുസ്ലിമിന് ഒരു സമുദായം എന്ന നിലക്ക് അവന്റെ അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങൾ അത്രമേൽ സുതാര്യതയോടെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുക. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ പിണറായി വിജയ, AK ബാലേട്ട, ഒരു കാര്യം മനസ്സിലാക്കിക്കോങ്ങള്, കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെപ്പോ AK ബാലൻ പിന്നെ എന്താന്ന് വെച്ചാൽ, ബാലേട്ടൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അദ്ദേഹം മറ്റ് CPMകാരെ പോലെ ഒരു അപകടം പിടിച്ച ആളൊന്നുമല്ല. അത്രയൊന്നും ഈ ദുഷ്ടത കുറവാണെങ്കിലും വിവരക്കേട് കൂടുതലുള്ള ഒരാളാണ്.
അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുക, അദ്ദേഹം പിന്നെ ചിലപ്പോൾ സത്യം പറഞ്ഞു പോകും. അദ്ദേഹം ഇന്നലെ എനിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പറയാണ് 9 കൊല്ലം കൊണ്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കുമെന്ന്. എന്റെ ബാലേട്ടാ, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല, കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയത് തിരിച്ചു പിടിക്കണം എന്നെ ഞങ്ങൾ പറയണത്. അതിന് കോംപ്രമൈസ് ഒന്നും പറ്റൂല, അതിനൊരു കോംപ്രമൈസും ഇല്ല. തിരിച്ചു കൊണ്ടുപോയി വെക്കണം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങള് രാഷ്ട്രീയമായി സംഘടിക്കുന്നു എന്ന് പറയുന്നത്. അത് മുസ്ലിം ലീഗിന്റെ വഴിയാണ്, രാഷ്ട്രീയമായ വഴിയാണ്. ആ വഴിയിലാണ് ഇന്ത്യയുടെ ജനാധിപത്യവും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം CPM-കാരോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ വലിയ തിരക്കിലാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന്റെ മറവില് ഭൂരിപക്ഷ പ്രീണനം, ഇപ്പൊ CPM പറയുന്ന ഒരു കാര്യപ്പെട്ട ന്യായം എന്താ അറിയോ? ഞാൻ അത് പറഞ്ഞു. എന്താ ന്യായം എന്നറിയങ്ങള്? BJP-യിലേക്ക് ഹിന്ദുക്കൾ പോവാതിരിക്കാൻ ഞങ്ങള് CPM പ്രവർത്തിക്കുന്നു എന്നാണ്. ഇവിടുത്തെ ഹിന്ദുക്കള് BJP-യിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ CPM-കാരാ അവരൊക്കെ വളരെ മോശക്കാരാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, BJP-യിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾ പോകാതിരിക്കാനാണ് ഞങ്ങൾ പണിയെടുക്കണമെന്ന് പറഞ്ഞ സഖാക്കളോട് പറയട്ടെ, അതിന് നിങ്ങൾ വേറൊരു BJP ഉണ്ടാക്കുക വേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട്? BJP-യേക്കാൾ വലിയ വർഗീയത പറയുക, BJP-യേക്കാൾ വലിയ ന്യൂനപക്ഷ അതിക്രമങ്ങൾ നടത്തുക, BJP-ക്കെതിരെ എന്താണ് അതിന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടത്തുക, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ന്യായമാണോ? എനിക്ക് രസമുള്ള ഒരു കാര്യം അതല്ല. CPM-ന്റെ ചൊറി നമുക്ക് മനസ്സിലാവും. അവരുടെ ഒരു കാര്യം, അവർക്ക് മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന ഏകദേശം ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടില്ല എന്ന് വന്നപ്പോ പിന്നെ ലീഗിനെ ആക്ഷേപിക്കുക, വർഗീയമെന്ന് പറയലാണ് സുഖം. ഷാജി വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഷാജി ഒന്നും മിണ്ടൂല എന്നവരെ വിചാരം, പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. ആ പേടിയൊന്നുള്ള ആളുകളല്ല മുസ്ലിം ലീഗുകാർ. വർഗീയത പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏത് CPM പറഞ്ഞപ്പോഴാണ് ഈ വർഗീയതാന്ന്. എന്റെ ചങ്ങായി 948 മുതൽ ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയതാണ്. കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ എന്താണെന്ന് തെളിയിച്ചത്. അങ്ങനെ തന്നെയാണ് CPM-കാരാ ഞങ്ങളെ ഒരു മുന്നണിയിൽ കൂട്ടാൻ വേണ്ടി ആഫീസിന് മുമ്പിൽ നിങ്ങളടക്കമുള്ളവർ കാത്തുകെട്ടിക്കിടക്കുന്ന പൊതുരാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ വന്നത് പ്രവർത്തിച്ചിട്ടു തന്നെയാണ്.